എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എന്റെ വണ്ടി തന്നെയാണ്. അപ്പൊ ഈ വണ്ടി സത്യത്തിൽ നമ്മളുടെ ചാനലിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അതായത് 2 വീഡിയോസ് ചെയ്തപ്പോ ഇവിടെ ഒരു കാർ സ്റ്റീരിയോ മാറ്റി കയറ്റി JBL ഒരു കാർ സ്റ്റീരിയോ കയറിയപ്പോഴും ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു കാർ ഇൻവേർട്ടറിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഈ വണ്ടിയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ഒരു ചാനലിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ഈ വണ്ടി. ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലുള്ളത്. അതായത് ഇത് ഹോണ്ട സിറ്റിയാണ്, 2008 മോഡൽ ZX ആണ്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വണ്ടിയാണ് ശരിക്കും. അതായത് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, നല്ല കംഫർട്ട് ഉണ്ട്, പിന്നെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് ഈ വണ്ടിക്ക്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിൽ ഭയങ്കര മോശമാണ് ഈ വണ്ടി. അത് പുതിയ ഹോണ്ട സിറ്റിക്കും ഈ ഒരു സെയിം സംഭവം തന്നെ. പുതിയ ഹോണ്ട സിറ്റിയും ഓടിക്കാൻ ഏതാണ്ട് ഈ സെയിം ഫീലാണ്. വേറെ ഭയങ്കര വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സെയിം ഒരു കംഫർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പുതിയ വണ്ടി നമുക്ക് തരുന്നത്. പക്ഷെ പുതിയ വണ്ടിക്കും ഈ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് നമുക്ക് ശരിക്കും ശരിയാക്കാൻ പറ്റൂപ്പ. പിന്നെ വണ്ടിക്ക് ഇത്രയും പഴക്കമാകുമ്പോഴത്തേക്കിനും വണ്ടിക്ക് ഒരു കയറ്റം കയറാനൊക്കെ ഒരു ലാഗും കാര്യങ്ങളും പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ ശരിയാക്കിയത് ചേരാനല്ലൂരുള്ള, എറണാകുളം ചേരാനല്ലൂരുള്ള മോട്ടോമെക് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പിലാണ്. എൻ്റെ ഒരു അനിയന്റെ തന്നെ വർക്ക്ഷോപ്പാണ്. പക്ഷെ അതിന്റെ ഒരു പരസ്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ഇത് എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇവനാണ് ചെയ്തു തന്നത്. നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് അവൻ ചെയ്തു തന്നു എനിക്ക്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പൊ വലിയ പ്രശ്നമില്ല. ബാക്കിലെ ഷോക്ക് ഒന്ന് പൊക്കി അതെങ്ങനെയാണ് ചെയ്യണേന്ന് ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ കയറ്റം കയറാനൊക്കെ ഇത്രയും പഴക്കമായപ്പോ ഒരു കുഴപ്പം വന്നപ്പോ അവൻ സ്പാർക്ക് പ്ലഗ് മാറി കൂടെ ഒരു 1-2 പണികളും കൂടി അവൻ ചെയ്തു. വലിയ കാശൊന്നും മുടങ്ങില്ല. എല്ലാം കൂടി 2500 രൂപ 3000 രൂപ അടുക്കെ ചെലവായുള്ളു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവൻ ചെയ്തു തന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഈ വണ്ടി നമ്മൾ ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് നടക്കുമ്പോഴത്തേക്കിനും വലിയ കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ 5 പേരും അവരുടെ ലഗേജൊക്കെ കൂടി അങ്ങോട്ട് കയറി കഴിയുമ്പോണ്ടല്ലോ, ചെറിയ ഹമ്പാണെങ്കിൽ പോലും അടിതട്ടും. നല്ലപോലെ സൂക്ഷിച്ച് ചവിട്ടിയൊക്കെ എടുത്തില്ലെങ്കിൽ നല്ലൊരു അടിതട്ടൽ ഉറപ്പാണ് ഈ വണ്ടിക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. ഈ അടിതട്ടണ പ്രശ്നം ഈ വണ്ടിക്ക് മാത്രമല്ല, ഒരുമാതിരി വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത മിക്കവാറും വണ്ടികൾക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മളിതിൻ്റെ ബാക്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നുള്ളൂ. ഫ്രണ്ടിൽ മാറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറയണത്. നമുക്ക് എന്തായാലും മാറ്റിയൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബാക്കിലെ ഹൈറ്റ് കൂട്ടുന്നതിന് മുമ്പുള്ള വീലും ടയറും ആ വീലാർച്ചും തമ്മിലുള്ള ഗ്യാപ്പ് ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ 2 വീലും ജാക്കി വെച്ച് അങ്ങ് പൊക്കി അങ്ങ് നിർത്തണം. ഷോക്കിന്റെ അടിഭാഗത്തുള്ള ഈ നട്ടുണ്ടല്ലോ, അതഴിച്ചിട്ട് ആ സ്പ്രിങ്, ഷോക്കിന്റെ സ്പ്രിങ് ഉണ്ടാവും, അതിന്റെ മേളിലാണ് ഒരു റബ്ബറിന്റെ ഒരു ബൂട്ടുള്ളത്. അതങ്ങ് ഊരിയെടുക്കണം. അത് ഈ കാണുന്ന ചെറുതുണ്ടല്ലോ, നല്ല കറുത്ത കളർ അല്ലാത്ത ആ കാണുന്നതാണ് പഴയത്. കമ്പനി ഇട്ട് വിട്ടേക്കണത് ഇത്രയും ഗേജ് ഇല്ലാത്ത സാധനമാണ്. നമ്മൾ അതിന് പകരം ഈ പുതിയതായിട്ട് കാണുന്ന ഈ കുറച്ചും കൂടി തടിയുള്ളത് അത് ഇട്ടങ്ങോട്ട് കൊടുക്കണേണ്. അപ്പൊ അത്രയും കൂടെ സ്പ്രിങ് പൊങ്ങി നിൽക്കും, അത്രയും കൂടെ ടെൻഷൻ കൂടി നിൽക്കും സ്പ്രിങ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ചെറുത് മാറ്റിയിട്ട് ഈ വലുത് അത് പഴയത് കിടന്നു വെച്ചതുപോലെ തന്നെ സ്പ്രിങ്ങിന്റെ മേള് വശത്തായിട്ട് ആ പുതിയ റബ്ബറിന്റെ ബൂട്ട് അങ്ങോട്ട് വെച്ചിട്ട് നേരെ ആ ഷോക്ക് അബ്സറിന്റെ നെട്ടൊക്കെ നേരത്തെ കിടന്നു വെച്ചതുപോലെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ഇടുക. നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ വിചാരിക്കും ചെറിയൊരു വ്യത്യാസം വരുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, റിസൾട്ട് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. റിസൾട്ട് വരുമ്പോൾ ഈ വീലാർച്ച് തന്നെ അത്യാവശ്യം കുറച്ച് ഗ്യാപ്പൊക്കെ ആയിട്ട് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നല്ല ഒരു വ്യത്യാസം വന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സാധനം ആമസോണിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജീസനെ വിളിച്ചാൽ മതി. ഏത് വണ്ടിയുടെയും ഈ സാധനം അവൻ്റെ കെയർ ഓഫിലുണ്ട്. ആമസോണിനെക്കാട്ടിയും വില കുറച്ച് നല്ല ക്വാളിറ്റി സാധനം അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഡിസ്കൗണ്ട് അവൻ തരും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞാനിത് മാറ്റിയിട്ടിട്ട് ഇപ്പം ഏതാണ്ട് 5 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാഞ്ഞത് ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ചെയ്യാം, വല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടാന്നൊക്കെ നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡിലേ ആയത്. ഇപ്പം ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ്.
ഹമ്പിലൊന്നും പഴയ പോലെ തട്ടണില്ല വണ്ടി. അതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇടുക്കിക്കും പോയിട്ടുണ്ട് ടൂർ. ഒരു പ്രാവശ്യം ഫ്രണ്ട്സായിട്ടും പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ലഗേജൊക്കെ ആയിട്ടാണ് പോയത്. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ പഴയ പോലെ അടി തട്ടല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ മാത്രമേ വരുത്തിയിട്ടുള്ള, ബാക്ക് മാത്രമേ പൊങ്ങുള്ളൂ, ഫ്രണ്ടിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ റിസൾട്ട് ഉണ്ട്. കംഫർട്ടിനൊന്നും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു നെഗറ്റീവ് ചെറുതായിട്ടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, ബാക്കിൽ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബാക്കിൽ കുറച്ചും കൂടെ ഒരു ആട്ടം ഉള്ളതുപോലത്തെ ഒരു ഫീൽ ഉണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒറ്റക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ. ബാക്കിൽ ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ പോലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ റിസൾട്ട് പറയാനാണെങ്കിൽ അതാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.